കുറയ്ക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ ഏത് ടൈപ്പ് വന്നാലും കുറയ്ക്കാൻ അറിയാമോ? നമുക്ക് നോക്കാം. ആദ്യം 8ന് 4 പോയാൽ, വലുതിന് ചെറുത് പോയാൽ എപ്പോഴും നമുക്കറിയാം വലുതിന് ചെറിയ സംഖ്യ കുറച്ചു, അതിന്റെ ഉത്തരം എഴുതി 4, എല്ലാവർക്കും അറിയാം. അടുത്തത് ചെറിയ സംഖ്യന്ന് വലിയ സംഖ്യ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? വലിയ സംഖ്യന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുന്നു, വലുതിന്റെ ചിഹ്നം ഇടുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കിയേ, മൂന്നാമത് 10 മൈനസ് മൈനസ് 12. മൈനസ് ഓഫ് മൈനസ് എന്ന് വന്നാൽ എപ്പോഴും പ്ലസ് ആയി മാറും. അത് എപ്പോഴും കുറയ്ക്കാനുള്ളത് കുറയ്ക്കാൻ തന്നെ ആയിരിക്കണമെന്നില്ല. മൈനസ് ഓഫ് മൈനസ് എപ്പോഴും എന്താകും? പ്ലസ് ആകും. അപ്പൊ ഇത് ഫലത്തിൽ എന്തായി? 10 പ്ലസ് 12 എന്നായി. അപ്പൊ ഉത്തരം എന്താണ്? 22 ഇവിടുത്തെ ഉത്തരം. അടുത്ത നോക്കി, -10 -12. രണ്ട് മൈനസ് വന്നാൽ ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യണം? രണ്ടുകൂടെ കൂട്ടിയിട്ട് മൈനസ് ഒന്ന് കൊടുത്താൽ മതി. 10ഉം 12ഉം 22. അപ്പൊ നമ്മുടെ മൈനസ് ചിഹ്നം കൂടെ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുക. അടുത്തത് ലാസ്റ്റ് -10 മൈനസ് ഓഫ് -12. നമ്മൾ എപ്പോഴും ഓർക്കുക മൈനസ് ഓഫ് മൈനസ് എപ്പോഴും പ്ലസ് ആയി മാറും. അപ്പൊ ഇവിടുത്തെ മൈനസ് മാറുമോ? ഇല്ല. ഒരു സംഖ്യയുടെ ഇടത്തെ സൈഡിൽ കിടക്കുന്നതായിരിക്കും ആ സംഖ്യയുടെ ചിഹ്നം എന്ന് പറയുന്നത്. ആദ്യം മൈനസ് അത് തന്നെയായിരിക്കും, രണ്ടാമത് വരുന്നതാണ് മൈനസ് ഓഫ് മൈനസ് ആണ് എപ്പോഴും പ്ലസ് ആകുന്നത്. അത് ഓർത്തിരിക്കുക. -10 ഇത് പ്ലസ് ആയി, +12 നിട്ടു. അപ്പം -10ഉം +12 എന്താകും? ഒരു പ്ലസ് ഒരു മൈനസും വന്നാൽ വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. 12ന് 10 പോയാൽ 2, വലുതിന്റെ ചിഹ്നം പ്ലസ്. അപ്പൊ +2 ഇവിടുത്തെ ഉത്തരം.